അങ്ങനെ ഭഗവാൻ ഇത് തൃണാവർത്തൻ എന്ന് മനസ്സിലാക്കിയതും അമ്മ എന്നെ കൊണ്ടുപോകാനാണ് വരുന്നത്. പാവം അമ്മയുടെ മടിയിൽ ഇരുന്നാൽ അമ്മയോടുകൂടി അവൻ തൂക്കിയെടുക്കും. അത് വേണ്ട, പാവത്തിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയോ? സ്വയം ശരീരത്തിൻ്റെ ഭാരം കൂട്ടിയെന്നാണ്. അങ്ങനെ ഭഗവാൻ കനം കൂടുതലുള്ള ഒരാളെപ്പോലെ അങ്ങോട്ട് ഭാവന ചെയ്തപ്പോൾ അമ്മയ്ക്ക് മടി വേദനിക്കാൻ തുടങ്ങി, കാലുകൾ വേദനിക്കാൻ തുടങ്ങി. മകനാണെന്ന് നോക്കിയില്ലേ, ഉരുട്ടി താഴെ ഇട്ടു. വേദനിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ആ സമയത്ത് ഭഗവാൻ ഭാരം കുറയ്ക്കുന്നു. അവൻ തൂക്കി കൊണ്ടുപോകണു ഭഗവാൻ ഒരൊറ്റപ്പിടുത്തം കഴുത്തിൽ. അവനെക്കൊണ്ട് പ്രാണായാമം ചെയ്യിച്ചു ഭഗവാൻ. ഒരൊറ്റപ്പിടുത്തം. അവന് ശ്വാസം കിട്ടുന്നില്ല. ഭഗവാൻ ശരീരത്തിൻ്റെ ഭാരം കൂട്ടി. അപ്പോഴേക്കും യശോദാദേവി നോക്കുമ്പോൾ കൃഷ്ണനെ കാണുന്നില്ല. പാവം ബോധം കെട്ട് വീണു. രോഹിണി ദേവി വെള്ളമൊക്കെ കൊണ്ടുവന്ന് തളിച്ചു. എന്ത് പറ്റി യശോദയെന്ന് ചോദിച്ചപ്പോൾ കണ്ണനെ കാണുന്നില്ല. എല്ലാവരും നോക്കി, കണ്ണനെ കാണുന്നില്ല. പറഞ്ഞു, ഞാനിവിടെ താഴെ കടത്തിയതാണെന്ന്. രോഹിണി പറഞ്ഞു, ഉരുട്ടുന്നത് ഞാൻ കണ്ടു എന്നു. ഉരുട്ടിയിട്ടതാണേ. അതിൻ്റെ ഇടയ്ക്ക് ഗോപികമാരെല്ലാവരും കരയാൻ തുടങ്ങി. അവരെല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹേ ജഗദീശ്വര, ഹേ പരദേവതേ, ഒന്നും കണ്ണനെ സംഭവിക്കല്ലേ, കണ്ണനെ രക്ഷിക്കണേ എന്നൊക്കെ. അപ്പോഴേക്കും ഒരു വലിയൊരു ശബ്ദം. ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ബീഭത്സ രൂപത്തിലൊരു അസുരൻ. അവനെ കൊന്നു ഭഗവാൻ. കണ്ണനെവിടെ നോക്കുമ്പോൾ അടുത്ത ശബ്ദം, ഡും, ചെറിയൊരു ശബ്ദം. പോയി നോക്കുമ്പോൾ ഇവൻ്റെ പുറത്ത് ഭഗവാൻ. നോക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഗോപികമാരോടിച്ചെന്ന് എടുത്തിട്ട് പറയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒന്നും പറ്റാതിരുന്നതെന്ന്. ഭഗവാൻ ഇങ്ങനെ നോക്കി, നല്ല പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പറ്റാതിരുന്നത്. ഭഗവാൻ അവരെയൊക്കെ പുഞ്ചിരിച്ചു നോക്കി. അപ്പോഴേക്കും നേരെ കൊണ്ടുപോയി തൊഴുത്തിൽ. പാവം ഭഗവാൻ അന്ന് തുടങ്ങിയത് ആ തൊഴുത്തുമായിട്ടുള്ള ബന്ധം. തൊഴുത്തിൻ്റെ പശുവിൻ്റെ വാല് കൊണ്ട് ഒഴിഞ്ഞിടുക. നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ, കടുകുകൊണ്ടൊക്കെ അല്ലേ ഒഴിഞ്ഞിടുക. അവിടെ സുലഭമായി കിട്ടുന്ന സാധനമാണ് കടുക്. അപ്പം അതിന് വിലയില്ല. നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ കടുക്, ഇല്ലേ? അപ്പോൾ കടുക് ഒഴിഞ്ഞിടുക, മുളക് ഒഴിഞ്ഞിടുക, ഓരോരുത്തർക്ക് ഉപ്പ് ഒഴിഞ്ഞിടുക. എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ ഓരോ വീട്ടിൽ. എന്തൊക്കെയോ കണ്ണ് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിടും. എവിടെ ആ കടുക് പോയി കിട്ടിയെന്നല്ലാതെ എന്ത്. ഏതായാലും നമ്മൾ ഓരോരോ അന്ധവിശ്വാസങ്ങളാണ് ഓരോന്നേ. ചിലതൊന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ വീട് വയ്ക്കണ സമയത്തുണ്ടല്ലോ, അർത്ഥമില്ല എന്ന് പറയാൻ പറ്റിയ അർത്ഥമുണ്ട്. വീട് വയ്ക്കണ സമയത്ത് കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ണ് പറ്റാതിരിക്കാൻ ചില ആളുകൾ ഇങ്ങനെ വൈക്കോല് കൊണ്ടൊരു മനുഷ്യരൂപമൊക്കെ ഉണ്ടാക്കി ഒരു ചട്ടിയൊക്കെ തലയിൽ വെച്ച് ഒരു കീറ ബനിയനും വയ്ക്കും. കണ്ണ് എന്തിനാണത്? അല്ലേ, കണ്ണ് പറ്റാതിരിക്കാനാണ്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കണ്ണ് പറ്റാനല്ല എന്നല്ല. കാരണം ഇതൊരു മറ്റുള്ളവർക്കുള്ളൊരു സന്ദേശമാണ്. എന്താ അറിയോ? ഈ വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാവുന്ന, ഉള്ള പൈസ മുഴുവൻ അതിൻ്റെ മുകളിൽ മുടക്കി ഒരു ഗതിയില്ലാത്തൊരവസ്ഥ. അവസാനം വലിയൊരു വീടുമുണ്ട്, താമസിക്കാൻ ആളുമില്ല. ഓരോരോ വീടുകളിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ. മക്കളൊക്കെ ദൂരേക്ക് പോയി. ഇപ്പോൾ വീടുണ്ട്, താമസിക്കാൻ ആളില്ല. ആരെങ്കിലും ഒന്ന് കിട്ടുമെന്ന്. കുറേ കഴിഞ്ഞാൽ പത്രത്തിലൊക്കെ ഉണ്ടാവും, ഇനി പേപ്പറിൽ, ആർക്കെങ്കിലും വീട് താമസിക്കണമെങ്കിൽ ഞങ്ങളുടെ വീട് താമസിച്ചോളൂ എന്ന്. ഈ അവസ്ഥയിൽ നമ്മുടെ ജീവിതം മാറുമ്പോൾ ഈ തൃണാവർത്തൻ്റെ കഥ ഒരു വലിയൊരു സന്ദേശമാണ്. ആരാണ് ഈ തൃണാവർത്തൻ? തൃണം ആവർത്തനം, അതാണ് തൃണ ആവർത്തനം. തൃണാവർത്തൻ. തൃണം എന്നുള്ള ശബ്ദത്തിന് പുല്ല് എന്നൊരർത്ഥം, നിസ്സാരമായത് എന്നർത്ഥം. അത് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൻ്റെ വിഷമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിങ്ങനെ ഒരു ടേപ്പ് റെക്കോർഡ് പോലെ പാടുന്ന ആളുകളൊക്കെയാണ് ആര്? തൃണാവർത്തന്മാർ. ഇതിലിങ്ങനെ ഈ പഴയ ഗ്രാമഫോൺ ഉണ്ടല്ലോ, പഴയ പെട്ടി, അതിലൊക്കെ ഉണ്ടല്ലോ ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ എവിടെയെങ്കിലും ഒരു വര വീണ് കഴിഞ്ഞാൽ അതെന്നെ പാടിക്കൊണ്ടുവരിക്കും. കണ്ടു ഞാൻ അവളെ, കണ്ടു ഞാൻ അവളെ എന്ന്. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അടുത്തത് പാടില്ല, അത് പിന്നെ തട്ടണം അതിന്. മനസ്സിലായില്ലേ? ഇതേപോലെ ചിലരുടെ മനസ്സിലുണ്ടല്ലോ ചില വിഷമങ്ങൾ ഇങ്ങനെ, അതൊക്കെ ചില മെൻ്റൽ ബ്ലോക്കുകൾ. ഇതിനെ പറയാം ഒബ്സഷൻ എന്ന് പറയും. ചില ഡിപ്രഷൻസ്. സൈക്കോളജിക്കലി ഇതൊരു അസുഖമാണ്. പലർക്കും, ചില ആളുകൾക്ക് അറിയുന്നില്ല ഇതവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ വിഷമങ്ങളെ ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് സമയം കളയാൻ അനുവദിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വിഷമം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്. അവിടെ എന്ത് ചേർക്കണം? ഭഗവാന്റെ നിശ്ചയം അങ്ങോട്ട് ചേർത്ത് നോക്കൂ. വിഷമത്തിൻ്റെ ശക്തി കുറഞ്ഞു കിട്ടി. അതേ ഉള്ളു വഴി.
അങ്ങനെ നമ്മൾ ഭഗവാന്റെ എന്നുള്ള ചിന്തകൾക്ക് എന്തു കൊടുക്കണം? നല്ല ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശക്തിപ്പെടുന്തോറും ഈ എൻ്റെ ദുഃഖം എന്നത് മാറി ഇത് ഭഗവാന്റെ നിശ്ചയം എന്നുള്ള ശക്തി ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പം പിന്നെ ദുഃഖത്തിൻ്റെ ശക്തി കുറയും. പൂന്താനത്തിനോടൊക്കെ ചോദിച്ചു നോക്കൂ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അല്ലേ? ആ ഉണ്ണികൃഷ്ണൻ്റെ ശക്തി കൂട്ടിയപ്പോൾ മകൻ്റെ മരണത്തിന് അല്പം പോലും അദ്ദേഹത്തിന് തളർത്താൻ സാധിച്ചില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ, സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? ആണോ അല്ലയോ? എത്രയോ ആളുകൾക്ക് ഇന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പം തളരണോ തളരണ്ടയോ നിശ്ചയിക്കേണ്ടത് വിധിയാണോ നമ്മൾ തന്നെയാണോ? നമ്മളാണത്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? തൃണത്തെ ആവർത്തിക്കാൻ സമ്മതിക്കരുത്. ആ ചിന്തകളെ താഴോട്ടിടാനും ദൈവീക ചിന്തകളെ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കണം. ഒരു കാര്യം സത്യമാണ്, തൃണാവർത്തൻ ഭഗവാനെ പിടിച്ചപ്പോൾ, ഭഗവാനെയും കൊണ്ട് മുകളിലേക്ക് പോയപ്പോൾ തൃണാവർത്തൻ താഴോട്ട് വീണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ദുർബലമായ മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനെ പിടിച്ചാൽ നമ്മുടെ ദുർബലത താഴോട്ട് താഴോട്ട് പോയി നമ്മുടെ ശക്തി ഉയർന്നുയർന്നുയർന്നു വരും, പ്രതാപം ഉയർന്നു വരും. അപ്പം അതിനെന്താ വേണ്ടത്? ഒരൊറ്റക്കാര്യേ വേണ്ടൂ. മനസ്സിൽ ആരെ കൊണ്ടുവരണം? ഭഗവാന്റെ ഒരു ചിന്തനം കൊണ്ടുവരണം, ഭഗവാനെ ഒരു സ്മരണയിലേക്ക് കൊണ്ടുവരണം. ഇപ്രകാരം ഈ കഥയും പറഞ്ഞു. അതിനുശേഷം പിന്നീട് വൃന്ദാവനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ അനർത്ഥം. ഭഗവാനാണെങ്കിൽ ബാലലീലകളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട്. ഗോപികമാരുടെ വീട്ടിൽ ചെല്ലുന്നു, വെണ്ണ കക്കുന്നു, പാല് കക്കണു. പാവം ഗോപികമാരെയൊക്കെ പറഞ്ഞ് പറ്റിച്ചതേ ഗോപികയെ അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ആരും പോയി. ഓരോരോ തരത്തിൽ ഗോപികമാരെ പറ്റി പശുക്കുട്ടികളെ കഴിച്ചുവിടും. അവർ പാവം പശുക്കുട്ടിയെ കെട്ടി കൊണ്ടുവരാൻ നോക്കുമ്പോഴേക്കും അടുക്കളയിൽ കയറി സാധനങ്ങളൊക്കെ മോഷ്ടിക്കും. എന്തെങ്കിലും തരത്തിൽ പാല് കട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കണ്ണാൻ എൻ്റെ ചുണ്ടിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടിച്ചതല്ല, എറുമ്പ് കയറിപ്പോയതാണ് ഇത്രേ. അതിൻ്റെ അടയാളങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് അവരെടുത്ത് നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഗോപികമാരുടെ ശ്രദ്ധ പശുവിൽ നിന്നും കലത്തിൽ നിന്നും പാലിൽ നിന്നും വെണ്ണയിൽ നിന്നും തൈരിൽ നിന്നും മോരിൽ നിന്നും ആരിലേക്ക് തിരിയാൻ തുടങ്ങി? ഭഗവാനിൽ. അവർക്ക് കണ്ണൻ ഒരു ജീവിത ഭാഗമായി തീർന്നു. ഭഗവാൻ അതേ ആഗ്രഹമുള്ളൂ. ഭഗവാന്റെ പേര് തന്നെ കർഷതി ഇതി കൃഷ്ണ എന്നാണ്. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കലാണ്. മനസ്സിലാവുണ്ടോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആകർഷണ ശക്തി ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഋഷിമാർ മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിനാണ് ആകർഷണ ശക്തി. മനസ്സിനാണ്. നോക്കൂ, മരിച്ചുപോയ ഒരാൾക്ക് ഇനി ആകർഷണ ശക്തി ഉണ്ടോ? മിസ് വേൾഡ് ആണെങ്കിലും മിസ് യൂണിവേഴ്സ് ആണെങ്കിലും മനസ്സ് മിസ്സായിപ്പോയാൽ പിന്നെ യൂണിവേഴ്സാണോ? ഉണ്ടോ? കഴിഞ്ഞു കഥ. അപ്പം നമ്മുടെയൊക്കെ ജീവിതം ആകർഷണമായി തീരുന്നത് എത്ര കാലം? ആഭരണങ്ങൾ അണിഞ്ഞതുകൊണ്ടോ മേക്കപ്പ് ചെയ്തതുകൊണ്ടോ നിങ്ങൾ വിചാരിക്കരുത് എന്ത് ആകർഷണമുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനോടൊരു ആകർഷണം. അപ്പം നിങ്ങൾ സോപ്പൊക്കെ മേടിക്കണം അതുകൊണ്ടല്ലേ അല്ലേ? ടി വിയിൽ പരസ്യമൊക്കെ കണ്ടിട്ടല്ലേ സോപ്പ് മേടിക്കുക. പക്ഷേ ആകർഷണം ശരീരത്തിനല്ല, ആകർഷണം മനസ്സിനാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകും. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ കണ്ടാൽ എന്താ പറയുക? പാവം ഉറങ്ങിക്കോട്ടെ എന്ന് പറയും അല്ലേ? ആണോ അല്ലയോ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. നിങ്ങളുടെ മകന് പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ആ പെൺകുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ പെണ്ണ് കണ്ടുവരാൻ പറയും. അവൻ പറയും എനിക്ക് വേണ്ട ഈ പെണ്ണിനെ എന്ന് പറയും. കാരണം അതിലൊരു ആകർഷണം ഉണ്ടാവില്ല. അപ്പം ആകർഷണം വേണമെങ്കിൽ എന്ത് വേണം? മനസ്സിലാണ് ആകർഷണം എന്ന് പഠിക്കണം. ഇനി അതിലും അപ്പുറത്തൊരാകർഷണമുണ്ട്. അതാരാണ്? മനസ്സിനെ പോലും ആകർഷിച്ച് നിലനിർത്തുന്ന ഭഗവാന്റെ ഒരു ആകർഷണം എന്ന് പറയുകയാണ്. മനസ്സിലായില്ലേ? അതിലും അപ്പുറത്തുള്ളൊരു ആകർഷണമാണ്. അപ്പം നമ്മളൊക്കെ ഇന്നിവിടെ നിൽക്കുന്നതിന് കാരണം രണ്ട് ആകർഷണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒന്നാമത്തെ ആകർഷണം പ്രകൃതിയുടെ ആകർഷണം, രണ്ടാമത്തെ ആകർഷണം ആത്മാവിൻ്റെ ആകർഷണം. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അപ്പം അത് മനസ്സിലാവും. ഭൂമിക്ക് ആകർഷണമില്ലെങ്കിൽ ഈ ശരീരത്തിന് ഭൂമിയിൽ നിലനിൽപ്പില്ല. പല ഗ്രഹങ്ങളിലും ആകർഷണ ശക്തി ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ജീവിതം സാധ്യമല്ല.
മനസ്സിലാവുണ്ടോ? ശരീരം ഇവിടെ നിലനിൽക്കാൻ കാരണം ഭൂഗുരുത്വ ആകർഷണ ശക്തി, ഗ്രാവിറ്റി. ന്യൂട്ടൻ്റെ തിയറി പ്രകാരം എന്ത് ഭൂമിയിലേക്ക് വീണാലും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ശരീരം ഇവിടെ നിൽക്കുന്നതിന് കാരണം ശരീരം ഈ ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടും. എന്നാൽ അന്തരീക്ഷത്തിലെ വായു, ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ, കേവലം ഓക്സിജൻ മാത്രമൊന്നല്ലല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അല്ലേ? ഈ അന്തരീക്ഷത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വാതകങ്ങൾ, അതിൽ നിന്ന് ഓക്സിജനെ വേർതിരിച്ച് അത് ശരീരത്തിലേക്ക് ആകർഷിക്കുന്നത് അത് ശരീരമല്ല, ഭൂമിയുടെ ആകർഷണ ശക്തിയല്ല, അത് ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ്റെ ആകർഷണം. കാരണം അതിലൊരു ഇൻ്റലിജൻസ് ഉണ്ട്. എല്ലാ വാതകത്തിൽ നിന്നും ഓക്സിജനെ വേർതിരിക്കുമ്പോൾ അതിലൊരു ഇൻ്റലിജൻസ് ഉണ്ട്, ബുദ്ധിയുണ്ട്, ഒരു വിവേകമുണ്ട്. ആ ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു കോൺഷ്യസായ ഒരു ശക്തി, ആത്മശക്തി, അതിൻ്റെ ആകർഷണത്തിലാണ് നമ്മുടെ പ്രാണവായുവും ചൂടും മനസ്സും നിലനിൽക്കുന്നതെങ്കിൽ ഇവിടെ രണ്ട് ആകർഷണങ്ങളുണ്ട്. ഒന്ന് പ്രകൃതിയുടെ ആകർഷണവും രണ്ട് ആത്മാവിൻ്റെ ആകർഷണവും. ശരിയല്ലേ? അത് ആണോ അല്ലയോ? ചിന്തിക്കൂ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചു നോക്കുക. എൻ്റെ ശ്വാസം അകത്തേക്ക് പോകും, ശരീരമാണോ ആകർഷിക്കുന്നത്? മരിച്ചുപോയൊരു ശരീരത്തിലേക്ക് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിന് ആകർഷിച്ച് നിലനിർത്താൻ സാധ്യമല്ല. ഉണ്ടോ? മരിച്ചുപോയൊരു ശരീരത്തിലേക്ക് ചൂട് കൊടുത്തു നോക്കട്ടെ ഡോക്ടർ, ചൂട് ശരീരത്തിൽ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അപ്പം ഇത് പിടിച്ചു നിർത്തണമെങ്കിൽ ആര് വേണം? ഭഗവാൻ പറയുന്നു ഇതിനെല്ലാം കാരണം ഗീതയിൽ ആ ശ്ലോകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 15-ാം അധ്യായത്തിലെ പ്രസിദ്ധമായ ശ്ലോകം പറയുന്നു ഭഗവാൻ, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. ഓർക്കൂ, ഇതൊക്കെ ഞാൻ ഈ നിമിഷം ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ ഈ മനസ്സിനെയും എൻ്റെ പ്രാണനെയും അഗ്നിയെയും ഒക്കെ നിലനിർത്തുന്നത് ഭഗവാന്റെ ഒരു ആകർഷണം കൊണ്ടാണ് അല്ലേ? ഇപ്രകാരം ഭഗവാനിലേക്കൊരു ആകർഷണം വന്നു കഴിഞ്ഞാൽ ജീവിതത്തെ ധന്യമാക്കാം എന്നാണ് ഓരോ കഥകളും പറഞ്ഞു തരുന്നത്. ഏതായാലും ഗോപികമാരുടെയൊക്കെ ആകർഷണം ആരിലേക്ക് തിരിഞ്ഞു? കൃഷ്ണനിലേക്ക് തിരിഞ്ഞു. അവർക്ക് മനസ്സിലായി ജീവിതം ധന്യമാവണമെങ്കിൽ ആരെ സ്മരിക്കണം? ഈ ഗോപിക എന്ന് പറയുമ്പോഴല്ലോ ചിന്തകൾ എന്നാണ് അർത്ഥം. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആത്മാവ് എന്നർത്ഥത്തോണം. അപ്പം നിങ്ങൾ എവിടെയൊക്കെ ഗോപികമാരുടെ കഥകൾ കേൾക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഗോപിക എന്ന് പറയുമ്പം ചിന്തകളെ ഗോപികളായിട്ട് പറയാണ്, കൃഷ്ണനെ ആത്മാവായിട്ട് എന്ന് പറഞ്ഞാൽ പരമാത്മാവും ജീവാത്മാവും, പരമാത്മാവാകുന്ന കൃഷ്ണനും ജീവാത്മാവാകുന്ന ഗോപികയും. ഇതാണ് സത്യം. ഈ കൃഷ്ണനും ഗോപികയും ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലാണ്. ഇതാണ് സത്യം. ഇതെന്തൊരു രസമാണ് നോക്കൂ നിങ്ങൾ, മനസ്സിലാവുണ്ടോ? ഏതായാലും ഇപ്രകാരം ഭഗവാൻ ഈ ലീലകളൊക്കെ ആടിയതിന് ശേഷം പിന്നീട് വളർന്ന് 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 വലുതാവാൻ തുടങ്ങി. അപ്പോൾ നന്ദഗോപരൊക്കെ കൂടെ പറഞ്ഞു, ഹേയ്, ഈ ഗോകുലം അനർത്ഥഭൂമി, എന്നും ഓരോരോ പ്രശ്നങ്ങൾ, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഇവിടെ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോവാൻ. അങ്ങനെ ഭഗവാൻ കൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് ഗോപികമാരും നന്ദഗോപരും ഗോപന്മാരും എല്ലാവരും കാളവണ്ടികളിലായി ഗോകുലത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക്. ഗോകുലം എന്ന് പറയുന്നത് ഏറെക്കുറെ മധുരയ്ക്കടുത്തുള്ളൊരു സ്ഥലമാണ്. വൃന്ദാവനം കുറച്ചുകൂടി മധുരയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെ. അതിനൊരു മനോഹാരിത എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് യമുനാ നദിയും മറുവശത്ത് ഗോവർദ്ധനവും. ഗോവർദ്ധനം നമ്മൾ വിചാരിക്കുക ഒരു പർവ്വതമൊക്കെയാണെന്ന്, പണ്ടായിരിക്കാം, പക്ഷെ ഇന്നത് പരന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്, കുറച്ച് ഉയരത്തിൽ. വൃന്ദാവനത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇന്നും ആ വൃന്ദാവനം അത്ര ധന്യമാണ്. നോക്കൂ, കൃഷ്ണനൊക്കെ പോയി കഴിഞ്ഞിട്ടൊരു 6000-7000 വർഷം കഴിഞ്ഞു. ഇന്നും ആ സ്മരണകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത് വൃന്ദാവനം. അത്ര ഗംഭീരം. അപ്പം അവിടേക്കാണ് അവരൊക്കെ പോകുന്നത്. വൃന്ദാവനത്തിന് ഒരുപാട് മഹിമയുണ്ട്. ഒരുപാട് ആളുകളുടെ തപോഭൂമിയാണ് വൃന്ദാവനം. എന്തിനേറെ ഭഗവാന്റെ ലീലകൾക്കൊക്കെ ശേഷം നമ്മുടെ വില്ലുമംഗല സ്വാമികൾ, ഈ ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ,
അവസാനം സമാധിയാവുന്നതും വൃന്ദാവനത്തിലാണ്. മീരാബായി, അതുപോലെ തന്നെ അഷ്ടപതി രചിച്ച ജയദേവര്, തുളസീദാസ് സ്വാമികളാണ്, വളരെ ചൈതന്യ മഹാപ്രഭു സ്വാമികൾ, അതുപോലെ അക്ബറുടെ ആസ്ഥാന കവിയായ ടാർസൻ്റെ ഗുരുവായിരിക്കുന്ന ഹരിദാസ് സ്വാമികൾ, ഒരുപാട് മഹാത്മാക്കൾ സമാധിയായ സ്ഥലം, ധ്രുവൻ തപസ് ചെയ്ത സ്ഥലം, അംബരീഷൻ തപസ് ചെയ്ത സ്ഥലം, ഇതൊക്കെയാണ് ഏത്? വൃന്ദാവനം. അങ്ങനെ വൃന്ദാവനത്തിലേക്ക് ഇവരെല്ലാവരും കൂടെ താമസം മാറ്റി. ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കി, പശുക്കൾക്ക് ഇഷ്ടമാതിരി മേയാൻ സ്ഥലം, ഒരു വശത്ത് യമുനാ നദി, എല്ലാം കൊണ്ട് സുഭിക്ഷമായ വൃന്ദാവനം എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ഭഗവാൻ ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിൽ വന്നപ്പോഴേക്കും കുറച്ചേക്കും വലുതായി ഭഗവാൻ. അപ്പോഴാണ് ഒരു ദിവസം ഭഗവാൻ അച്ഛനോട് പറയുന്നത്, നമ്മളൊക്കെ ഗോപന്മാരല്ലേ അച്ഛാ, അപ്പോൾ ഈ ഗോപന്മാരുടെ ജോലിയാണല്ലോ പശുക്കളെ നോക്കൽ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എന്നെയും പശുക്കളെ നോക്കാൻ പറഞ്ഞയക്കണം എന്നാണ്. അങ്ങനെ ഭഗവാൻ പശുക്കളെ നോക്കാൻ വേണ്ടി ഗോപന്മാരുടെ കൂടെ പോകുന്ന രംഗം. അമ്മ നല്ലവണ്ണം കുളിപ്പിക്കും, ഒരു പീതാംബര പട്ട കൊടുപ്പിക്കും. അത് കൊടുപ്പിച്ചതിന് ശേഷം തലയിലൊരു പീലി തിരുമുടിയൊക്കെ കെട്ടി അരമണിയൊക്കെ കെട്ടിക്കൊടുത്ത് ഭഗവാൻ രാവിലെ മേക്കപ്പൊക്കെ കഴിയും. അതുകൊണ്ടായിരിക്കും ചില ആളുകൾക്ക് നല്ലോണം മേക്കപ്പിന് സമയം വേണ്ടി വരുന്നത്. നല്ലോണം മേക്കപ്പൊക്കെ ചെയ്ത് ഭഗവാൻ റെഡിയാവുന്ന സമയത്ത് ബലരാമസ്വാമി റെഡി. അദ്ദേഹത്തിന് പിന്നെ അത്ര ഫാഷനൊന്നുമില്ല. ഭഗവാൻ ഓരോന്നിനും ഓരോ മേക്കപ്പൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ പുല്ലാങ്കുഴലെടുക്കും, വിളിക്കും. എല്ലാ ഗോപന്മാരും ഓടിവരും. പശുക്കുട്ടികളെയും കൊണ്ട് പാട്ടും പാടി നൃത്തമാടിക്കൊണ്ട് അവർ കാട്ടിലേക്ക് പോകും. നല്ലൊരു കാഴ്ചയാണത്. അത് കഴിഞ്ഞ് വൈകുന്നേരം അവർ തിരിച്ചു വരിക. ഗോപികമാരിങ്ങനെ നോക്കി നിൽക്കും, കൃഷ്ണൻ പോകുന്നതും കൃഷ്ണൻ വരുന്നതും. അവരുടെ മനസ്സിൽ എന്തോ കൃഷ്ണൻ ഒരു ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു അനുഭവമായി മാറി. ഭഗവാനാണെങ്കിലോ ഗോപന്മാരെയും കൊണ്ട് കളിയും തമാശയും. പാവം ഗോപന്മാരറിഞ്ഞില്ല ഇത് വലിയൊരു പരമഗുരുവാണ് എന്നുള്ളത്. ഏതായാലും കാലം മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം ഭഗവാൻ ഗോപന്മാരോട് പറഞ്ഞു, നാളെ നിങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് ചോറൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരണമെന്ന്. കാരണം നല്ല തിരക്കാണ്, പൊതിഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന്, ഇവിടെ നമ്മളെപ്പോലെ വാഴയിലൊന്നും ഉത്തരേന്ത്യയിൽ അന്ന് കിട്ടില്ല, അവരൊക്കെ താമരയുടെ ഇലയിലാണ് കൊണ്ടുവരിക. ഇപ്പം താമര ഇല അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഉറിയൊക്കെ അവർക്ക് മണ്ണിൻ്റെ ഒക്കെ സാധനം ഇഷ്ടമാരി കിട്ടുമല്ലോ. അപ്പം അതിലൊക്കെ ആക്കിക്കൊണ്ട് എല്ലാവരും തൂക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് അന്നത്തെ ദിവസം ഈ ഉറിയൊക്കെ മരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ട് പശുക്കളെയൊക്കെ കുട്ടികളെയൊക്കെ അഴിച്ചുവിട്ട് അതിനുശേഷം പിന്നീട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഭഗവാൻ പറഞ്ഞു, നമുക്ക് ഊണ് കഴിക്കല്ലേ ഗോപന്മാരെ. എല്ലാവരും വട്ടത്തിലിരുന്ന് ചോറുരുളയൊക്കെ ഉരുട്ടി നോക്കൂ. അവരുടെ രസമായിരുന്നു ഭക്ഷണമൊക്കെ. എല്ലാ ചോറും ഒന്നിച്ച് ചേർത്ത് ഇങ്ങനെ ഉരുളയാക്കി, ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക്. ഭഗവാൻ തന്നെ കോഹരി വെച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗോപന്മാർ പെട്ടെന്ന് പറയണത്, കൃഷ്ണ എന്താ അവിടെ ഒന്ന് തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ. ഇവരെല്ലാവരും ഓടിച്ചെല്ലണോ. അത് നോക്കുമ്പോൾ എന്താണ്, ഒരു പാമ്പായിരുന്നു അത്രേ. അതറിഞ്ഞില്ല അവരൊരു ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ അകത്ത് കയറണോ. ഭഗവാനും അവരുടെ കൂടെ കയറി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊരു പാമ്പായിരുന്നു. ആ പാമ്പിനെ ഭഗവാൻ ശരീരമൊക്കെ വിടർത്തി കൊന്നുകൊണ്ട് ഗോപന്മാരെയൊക്കെ മുക്തരാക്കി. പിന്നെയാണ് ഭഗവാനോട് അവർ പറയുന്നത്, അല്ല കൃഷ്ണ, നമ്മുടെ പശുക്കുട്ടികളെയൊന്നും കാണാനില്ലല്ലോ. അങ്ങനെ പശുക്കുട്ടികളെ കാണാൻ വേണ്ടി ഭഗവാൻ നോക്കണു, അന്വേഷിച്ച് കാട്ടിപ്പോണു. പശുക്കുട്ടികളുടെ പേരൊക്കെ വിളിച്ചു, ഒന്നും വിളി കേൾക്കില്ല. ഭഗവാൻ മനസ്സിലായി ഈ പശുക്കുട്ടികളെ ആരോ കൊണ്ടുപോയിന്ന്. ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനനിരതനായി നോക്കുമ്പോൾ ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരു പാർട്ടി. ഭഗവാന് മനസ്സിലായി ഇതാരാ ഒളിപ്പിച്ചതെന്ന്. ഗോപന്മാരോട് ഇത് വന്ന് പറയാൻ വേണ്ടി തിരിച്ചെത്തുമ്പോഴേക്കും ഗോപന്മാരെയും കാണില്ല. ഇനിയിപ്പോൾ സമാധാനം പറയണ്ടേ. തിരിച്ചു ചെല്ലുമ്പോൾ ഗോപന്മാരെവിടെയെന്ന് ചോദിക്കില്ലേ, പശുക്കുട്ടികൾ എവിടെയെന്ന് ചോദിക്കില്ലേ. ഭഗവാൻ എന്ത് ചെയ്തു, ആരൊക്കെയാണോ മറഞ്ഞു പോയത്, ആരൊക്കെയാണോ കാണാനില്ലാത്തവരൊക്കെ ഒന്ന് ഓർത്തു നോക്കി. എന്തോ ഭഗവാന്റെ ഓർമ്മശക്തി നന്നായി. ഇന്നാണെങ്കിൽ ആളുകൾക്ക് ഓർമ്മശക്തി വളരെ കുറവാണ്. ആരാ കൂടെ പോയതെന്ന് പോലും അറിയുന്നില്ല. ഭാര്യയും ഭർത്താവും കൂടെ സിനിമയ്ക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ഭർത്താവാണ്. കുറേ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴോ അവളും കൂടെ ഉണ്ടായിരുന്നു ഇല്ലേ എന്നുള്ളത്. ഈ ചില ആളുകൾക്കുണ്ടല്ലോ വലിയ മറവിയാണ്. ഈ മഴക്കാലത്ത് എത്ര പേരാ കുട മറക്കുക അല്ലേ. എനിക്കറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹം കോളേജിലാണേ, പ്രൊഫസറുമാണ്. അദ്ദേഹം മഴക്കാലമായ ഭാര്യയായിട്ട് ഭയങ്കര പ്രശ്നം. കാരണം പോകുമ്പോൾ കുട ഉണ്ടാവും, വരുമ്പോൾ കുട ഉണ്ടാവില്ല. ഒരു 10 കുടയെങ്കിലും കളയും എല്ലാ വർഷവും. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട്
വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വന്നു. ഭാര്യയോട് പറഞ്ഞു, ശാരദ ഇന്ന് നീ എന്നെ ചീത്ത പറയണ്ടെന്ന്. ചോദിച്ചു എന്താണെന്ന്. ഇതാ പിടിച്ചോ കൊടാന്ന്. അപ്പോൾ ശാരദ പറയും, ഇന്ന് നിങ്ങൾ കുട കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന്. ആരുടെയോ കുടയും കൊണ്ട് വന്നിരിക്കുകയാണ്. അത്ര ഓർമ്മശക്തി. ഇതൊക്കെ നമുക്ക് സഹിക്കാൻ. ചിലരുടെ ഓർമ്മശക്തി പറയാതിരിക്കുക നല്ലത്. മനസ്സിലായില്ലേ? അത് കുറച്ച് കടന്നൊരു ഓർമ്മശക്തി. ഒരു പെൺകുട്ടി അവളുടെ കൂടെ ജോലി നമ്മളോട് പറയാണ്, തോറ്റുപോയി എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്ന്. നാണം കെടുത്തിയ അയാൾ തന്നെ. ചോദിച്ചു എന്താണെന്ന്. വീട്ടിൽ രാവിലെ കല്യാണം ക്ഷണിക്കാൻ ആൾ വന്നു അത്രേ. അപ്പോൾ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ബേക്കറി സാധനം മേടിച്ചോണ്ട് ഇങ്ങോരുണ്ട് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, പച്ചക്കറി കടയിലെത്തിയപ്പോൾ ഞാൻ മറന്നുപോയി, പച്ചക്കറിയാണോ പറഞ്ഞത് ബേക്കറിയാണോ പറഞ്ഞത്. ഭാര്യ ചോദിച്ചു, ഞാനെന്താ ഉരുളക്കിഴങ്ങ് എടുത്തു കൊടുക്കും അവർക്ക്. ഇതാ പിടിച്ചോളൂ തക്കാളി ഉരുളക്കിഴങ്ങും വിരുന്ന് വന്നവർക്കേ. നാണം കെട്ടുപോയി. ഞാൻ കുറച്ച് അവിലൊക്കെ ഉണ്ടായിരുന്നു. എന്തൊരു ഭാഗ്യം, പഴയ കുറച്ച് അവിൽ ബാക്കിയുള്ള തീർന്നു കിട്ടിയെന്ന്. അങ്ങനെ ഒരു ഗുണമുണ്ട് അയാളെ കൊണ്ട്. അപ്പം മറ്റേ സ്ത്രീ പറയുക, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഞാൻ പറയാണ്ടിരിക്കുകയാണെന്ന്. ചോദിച്ചു അതെന്താണെന്ന്. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് മാർക്കറ്റിൽ പോയി സാധനം മേടിക്കാൻ കയറിയപ്പോൾ സാധനം മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്ര ഈ മനുഷ്യൻ അവിടെ കയറി വരുന്നു. എന്നിട്ടുണ്ട് എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖം എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന്. കഴിഞ്ഞ 30 കൊല്ലം കല്യാണം കഴിച്ച ടീമാ, ഓർമ്മയില്ല എത്ര എന്നെ. അപ്പം അത്ര ഓർമ്മയുള്ള ആളുകളാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിൽ തപ്പാനല്ലേ. ഓരോരുത്തർ രാവിലെ തപ്പാൻ തുടങ്ങിയ വൈകുന്നേരമാണ് കണ്ടുപിടിക്കുന്നത്. ഒരാളുടെ ഭാര്യ ഇട്ടച്ച് പോയി, അയാളെ തപ്പി 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 ചീത്ത പറഞ്ഞ് മതി. അവസാനം ആരോ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ നിങ്ങൾ ബഹളം വയ്ക്കരുത് രാവിലെ തന്നെ വീട്ടിൽ നിന്ന്. അതെവിടെ വെച്ചു ഇതെവിടെ വെച്ചു എന്ന്. രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് എഴുതി വെച്ചാൽ മതി പേപ്പറിൽ, എന്നിട്ട് ടേബിളിൽ വെച്ചാൽ മതി ഇന്ന സാധനം ഇന്ന സ്ഥലത്ത്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വേറൊരു തപ്പല്, ഈ എഴുതി വെച്ച പേപ്പർ കാണുന്നില്ല. അപ്പോൾ അയാൾ പറയും ഇതുവരെ സാധനം തപ്പിയാൽ മതി എന്ന്. ഇപ്പോൾ പേപ്പറും കൂടി തപ്പേണ്ട ഗതികേടാണ്. അത്ര ശക്തിയുണ്ട് ഓർമ്മയ്ക്ക്. ഭഗവാൻ നോക്കൂ നിങ്ങൾ, ആ ഓർമ്മശക്തിയിൽ ആരൊക്കെയാണ് കൂടെ വന്നത് എന്നൊക്കെ ഓർത്തു. ഗോപന്മാരെയും അതുപോലെ പശുക്കുട്ടികളെ കോർത്ത് തൻ്റെ സങ്കല്പശക്തി കൊണ്ട് അവരെയൊക്കെ അങ്ങോട്ട് നിർമ്മിച്ചു.